ശബരിമാമല. ഒരേ ഒരു മോഹം ദിവ്യദർശനം, ഒരേ ഒരു മാർഗം 18-ാം പടി, ഒരേ ഒരു മന്ത്രം ശരണമയ്യപ്പ. കാനനവാസനെ കാണാൻ കാൽനടയായി 80 അംഗ തീർത്ഥാടക സംഘം പുറപ്പെട്ടു. കായംകുളം തീർത്ഥം പുഴിച്ചാലുംമൂടി ക്ഷേത്രത്തിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടക സംഘമാണ് കാൽനടയായി ഇത്തവണയും ശബരിമലയിലേക്ക് പുറപ്പെട്ടത്. വ്രതവിശുദ്ധിയോടെ ഇരുമുടി കെട്ടുമേന്തി അയ്യപ്പ സന്നിധിയിലേക്ക് ദർശനം തേടിയാണ് 80 സംഘം ഇക്കുറിയും കാൽനടയായി പുറപ്പെട്ടത്. കായംകുളം തീർത്ഥം പുഴിച്ചാലുംമൂടി ക്ഷേത്രത്തിൽ നിന്നുമാണ് സംഘം എല്ലാ വർഷവും പുറപ്പെടുന്നത്. കഴിഞ്ഞ 31 വർഷമായി തുടരുന്ന മുടങ്ങാത്ത തീർത്ഥാടന യാത്രയാണിത്. കായംകുളം ചേരാവള്ളി സുവർണയിൽ ബാബു കോയിപ്പുറത്ത് സ്വാമിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വ്രതവിശുദ്ധിയോടുകൂടി എല്ലാ വർഷവും ശബരിമല തീർത്ഥാടനത്തിനായി പുറപ്പെടുന്നത്. സ്വാമിയെ ശരണമയ്യപ്പ. കായംകുളം ശ്രീ തീർത്ഥം പുഴിച്ചാലുംമൂട് അമ്മൻകോവിൽ സന്നിധിയിൽ നിന്നുള്ള ശ്രീ ധർമ്മശാസ്ത്ര തീർത്ഥാടന പദയാത്രാ സംഘത്തിൻ്റെ 31ാമത്തെ വർഷത്തെ തീർത്ഥാടക സംഘമാണ് ഇപ്പോൾ മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. കഴിഞ്ഞ 31 വർഷക്കാലമായി യാതൊരു തടസ്സവും കൂടാതെ മണ്ഡലകാല വ്രതം തുലാമാസം 1-ാം തീയതി വ്രതം ആരംഭിച്ച് ഒരു മണ്ഡലകാല വ്രത അനുഷ്ഠാനത്തോടുകൂടി പരമ്പരാഗതമായി നമ്മുടെ പൂർവികരായിട്ടുള്ള ഗുരുസ്വാമിമാരെ എപ്രകാരമാണോ ആചരിച്ചു വന്നത് അതെല്ലാം ആചരിച്ച് ഈ പൂജാദ്രവ്യങ്ങളെല്ലാം അതിനനുസരിച്ച് സജ്ജമാക്കിക്കൊണ്ടുള്ള ഒരു തീർത്ഥാടനമാണ്. പൂർണ്ണമായി മുമ്പിൽ ഞങ്ങളുടെ എല്ലാം ഗുരുസ്വാമി എന്ന് പറയുന്ന ഗുരുവാഹനാണ്. ഗുരുപ്പുറത്ത് ഭഗവാൻ അയ്യപ്പൻ ഞങ്ങളെ നയിക്കുന്നു എന്നുള്ള സങ്കല്പത്തിലാണ് ഇക്കാലം അത്രയും ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഇന്നലെ പുറപ്പെട്ട് കാട്ടുപള്ളിൽ ശ്രീ അയ്യപ്പ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലായിരുന്നു ഇന്നലത്തെ വിധി വെച്ചിരുന്നത്. അപ്പം അവിടുന്ന് നമ്മൾ ഇന്ന് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം, അതിനടുത്ത ദിവസം ആറന്മുള, അതിനടുത്ത ദിവസം റാന്നി, അതിനടുത്ത ദിവസം എരുമേലി, അത് കഴിഞ്ഞ് നമ്മൾ സാധാരണ വിധി വെക്കാറുള്ളത് അഴുതയിലാണ്. പക്ഷേ ഈ പ്രാവശ്യം അഴുതയിലെ പരമ്പരാഗത വനപാത വിട്ടിട്ട് ജീപ്പ് പാതയിലൂടെയാണ്, നടപ്പാതയുണ്ട് വേറെ, അതുവഴി നമ്മൾ അഴുതയിലെത്തും. അഴുതയിൽ എല്ലാ വർഷവും നമ്മൾ നടത്താറുള്ളത് പോലെ ആഴ്ചപൂജ, അന്നദാനം, ഭജന ഇവയെല്ലാം അഴുത ക്ഷേത്രത്തിൽ നമ്മൾ നടത്തി അഴുതയിൽ നിരഞ്ജന ഘോഷയാത്രയാണ്. അയ്യപ്പസ്വാമിയുടെ വിഗ്രഹവുമായിട്ടാണ് നമ്മുടെ ഘോഷയാത്ര. ഒപ്പം നമ്മുടെ പ്രാദേശികമായ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ഒരുപാട് ദേവീയങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ അഴുതയിൽ നിമജ്ജനം ചെയ്തതിന് ശേഷം അവിടെ നിന്നും വീണ്ടും വനപാത തുറന്നു തരാത്തത് കൊണ്ട് അവിടെ നിന്ന് നമ്മൾ നിലയ്ക്കലേക്കുള്ള യാത്രയാണ്. അപ്പം നിലയ്ക്കലേക്കുള്ള യാത്രക്കിടയിൽ നിലയ്ക്കൽ വിരിയൊന്നും അനുവദിച്ചിട്ടില്ല. ദേവസ്വം ബോർഡ് നിലയ്ക്കൽ സ്വാമിമാർക്ക് വേണ്ടി, ഭക്തന്മാരായ സ്വാമിമാർക്ക് വേണ്ടിയുള്ള യാതൊരുവിധമായ സംവിധാനങ്ങളും നമ്മുടെ സർക്കാരോ അല്ലെങ്കിൽ നമ്മുടെ ദേവസ്വം ബോർഡോ ചെയ്തു തന്നിട്ടില്ല. അവിടെ വരുമാനം ഉണ്ടാക്കുന്ന തരത്തിലുള്ളതായ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമോ അതെല്ലാം അവരെന്ത് ചെയ്തിട്ടുണ്ട്. അപ്പം നടവഴിയിലുള്ള യാത്രാപഥങ്ങളിലുള്ള ഇടത്താവളങ്ങളൊന്നും തന്നെ തുറന്നു തന്നിട്ടില്ല. എങ്കിൽ പോലും നമുക്ക് മുമ്പിൽ ഭഗവാനുണ്ട് എന്നുള്ള സങ്കല്പത്തിലാണ് നമ്മുടെ ഈ യാത്ര. അങ്ങനെ അഴുതയിൽ നിന്നും നമ്മൾ നിലയ്ക്കൽ വിരി അനുവദിച്ചിട്ടില്ല. നിലയ്ക്കൽ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടെ നിന്ന് സ്ഥലം വിട്ടോണം. അപ്പോൾ അതുകൊണ്ട് നിലയ്ക്കൽ ക്ഷേത്രത്തിന് ഒരു 5 കിലോമീറ്റർ ഇപ്പം ഹരിഹരപുത്ര ട്രസ്റ്റിൻ്റെ അന്നദാന മണ്ഡപ ഹാളുണ്ട്. ആ ഹാളിൽ നമ്മൾ വിശ്രമിച്ച ശേഷം അവിടെ നിന്നും വീണ്ടും യാത്ര തുടങ്ങി നിലയ്ക്കൽ ചെന്ന് റിപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഡബിൾ വാക്സിൻ എടുത്തവരാണ്. ഈ പ്രാവശ്യം ഡബിൾ വാക്സിൻ എടുക്കാത്തവരെ ആരെയും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, കൂടെ കൂട്ടിയിട്ടില്ല. അതുകൊണ്ട് സ്വല്പം ആളുകൾ കുറവുണ്ട്. 185 പേരാണ് നമ്മുടെ സംഘത്തിൽ സാധാരണ ഉണ്ടാകാറുള്ളത്. അവിടെ നിന്നും നിലയ്ക്കൽ നിന്നും നമ്മൾ നടന്ന് പമ്പയിലെത്തുന്നു. പമ്പയിൽ തിങ്കളാഴ്ച 29-ാം തീയതി തിങ്കളാഴ്ച എല്ലാവർക്കും വൈകിട്ട് 7 മണിക്ക് ദർശനത്തിനുള്ള ഇത് നമ്മൾ എടുത്തിട്ടുണ്ട്. നേരത്തെ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്, വെർച്വൽ ക്യൂ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് ദർശനം നടത്തി പരമ്പരാഗതമായ രീതിയിൽ എന്തെല്ലാം ചെയ്യാൻ അവിടെ നമുക്ക് പറ്റുമോ അതെല്ലാം ചെയ്തതിന് ശേഷം മടങ്ങും. ഇങ്ങോട്ടുള്ള മടക്കയാത്ര നമ്മൾ വാഹനത്തിലാണ്. 10 അംഗ ചെറിയ സംഘങ്ങളായി തുടക്കത്തിൽ ആരംഭിച്ച തീർത്ഥാടന പദയാത്രയിൽ ഓരോ വർഷം കഴിയുന്തോറും തീർത്ഥാടകരുടെ എണ്ണം കൂടി വരികയാണ്. 41 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷമാണ് പുണ്യദർശനത്തിനായി എല്ലാ വർഷവും തീർത്ഥാടക സംഘം പുറപ്പെടുന്നത്. ആദ്യമായി തീർത്ഥാടക പദയാത്ര ആരംഭിച്ചത് 1991-ലാണ്. കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഈ തീർത്ഥാടക സംഘത്തിലുണ്ട്. മാവേലിക്കര കാട്ടുകളിൽ ശ്രീധർമ്മക്ഷേത്രം, ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം, റാന്നി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, എരുമേലി, അഴുത, പമ്പ എന്നീ ഇടത്താവളങ്ങളിൽ എത്തിയ ശേഷമാണ് തീർത്ഥാടക സംഘം അയ്യപ്പർ ദർശനത്തിനായി മല ചവിട്ടി കയറുന്നത്. 7 ദിവസം കൊണ്ട് സംഘം ശബരിമലയിലെത്തും. വൃശ്ചികം 14-ന് പമ്പ ഗണപതിയുടെ സന്നിധിയിൽ 1000-ലധികം പേർക്ക് പമ്പാസദ്യ തീർത്ഥാടക സംഘം ഒരുക്കി നൽകുന്നുണ്ട്. കൂടാതെ വിവിധ സ്ഥലങ്ങളിൽ അന്നദാനം, 100-ൽ-പരം പേർക്ക് വസ്ത്രം, സാമ്പത്തിക സഹായം എന്നീ പുണ്യപ്രവൃത്തികളും നടത്തിയാണ് സംഘം ശബരിമല ദർശനം നടത്തുന്നത്.